ശൈവാചലസമാധിസ്ഥം ശിവചൈതന്യരൂപിണം നാരായണ ഗുരും ധ്യായേൽ സർവസിദ്ധിപ്രദായിനം. ഓം ശാന്തി ശാന്തി ശാന്തി. ഗുരുപാദങ്ങളിൽ പ്രണമിച്ചുകൊണ്ട് ഗുരുവിൻ്റെ ശിഷ്യപ്രശിഷ്യ പരമ്പരയെ സ്മരിച്ചുകൊണ്ട് സ്നേഹനിധികളായ ശിവഗിരി സാഹോദര്യ സ്മൈൽ കുടുംബാംഗങ്ങളെ, സജ്ജനങ്ങളെ, എല്ലാവർക്കും ഗുരുദേവാനുഗ്രഹത്തിനായി പ്രാർത്ഥിക്കുന്നു. നമ്മുടെ അറിവിൻ്റെ തീർത്ഥാടനം പുരോഗമിക്കട്ടെ. അത് സാർത്ഥകമാകട്ടെ, സഫലമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഇതിനെ പുണ്യ തീർത്ഥാടനമെന്ന് പറയുന്നു. ഒരു കാര്യം ആദ്യമേ നമുക്ക് ചിന്തിച്ചുറപ്പിക്കാം. പുണ്യം നേടണമെങ്കിൽ പാപമൊഴിയണം. മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ, പാപമൊഴിഞ്ഞെങ്കിൽ പുണ്യമായി എന്നും നമുക്കുറപ്പിക്കാവുന്നതാണ്. ഗുരുവിൻ്റെ തപോഭൂമി, ഗുരുവിൻ്റെ പവിത്രമായ സമാധിസ്ഥാനം, അത്രത്തോളം പ്രാധാന്യമുള്ള, എല്ലാം തികഞ്ഞ ഒരു തീർത്ഥഘട്ടം വേറെ ഇല്ല തന്നെ. അവിടം ഗുരുവിൻ്റെ സമാധിസ്ഥാനം എന്നതിലുപരി ഗുരു ആ രീതിയിൽ മഹാസങ്കല്പം ചെയ്ത തീർത്ഥഭൂമിയാണ്. പോയ വേളയിൽ നാം കണ്ടു, വലിയ മഹർഷികൾ ചൊന്നാൽ ഫലം ആ വാക്കിൻ്റെ പിന്നാലെ ഓടി വരും. നോക്കുമ്പോൾ ശിവഗിരി തീർത്ഥാടനം ഏറെ പുരോഗമിച്ചിരിക്കുന്നു. ഇനിയും അത് പുരോഗമിച്ചുകൊണ്ട് തന്നെയിരിക്കും. ഇവിടെ നാം ശ്രദ്ധയൂന്നുന്നത് ശിവഗിരി തീർത്ഥാടനത്തിന് അനുമതി കൊടുത്ത വേളയിൽ അവിടുന്ന് നൽകിയ ഒരു ശാസനത്തെയാണ്. പ്രവൃത്തിക്ക് ഒരു ഉദ്ദേശമുണ്ടായിരിക്കണം, ഒരു ലക്ഷ്യമുണ്ടായിരിക്കണം. ലക്ഷ്യത്തിൽ നിന്ന് അകലും തോറും ഇതിൻ്റെ ആത്മാവ് നഷ്ടപ്പെട്ടു. തീർത്ഥാടനത്തിന് മാത്രമല്ല, ലോകത്തുള്ള സകലതിനും ഇത് ബാധകമാണ്. ഏത് കാര്യത്തിനും ഇത് ബാധകമാണ്. എന്നാൽ തീർത്ഥാടനത്തിൻ്റെ കാര്യത്തിൽ ഒന്നുകൂടി നമ്മൾ ശ്രദ്ധയൂന്നേണ്ടതുണ്ട്. ഇത് ലക്ഷ്യത്തിലേക്ക് നമ്മെ പിടിച്ചടുപ്പിക്കുന്ന, അതിൽ നമ്മെ ഉറപ്പിച്ചു നിർത്തുന്ന ഒരു പ്രക്രിയയാണ്.
ഒരു വേള നാം കണ്ടല്ലോ, എന്തെല്ലാമായാലും എന്തെല്ലാം നേടിയാലും മനുഷ്യൻ കെട്ടുപോയാൽ അതുകൊണ്ടൊക്കെ എന്ത് പ്രയോജനം? ഗുരു അതിനാൽ ശ്രദ്ധയൂന്നിയത് മനുഷ്യനിലാണ്. മനുഷ്യചേതന, അവൻ്റെ കർമ്മശേഷി ഒരിക്കലും നിശ്ചലമായിരിക്കില്ല. മതങ്ങളുടെ യാഥാസ്ഥികത്വം എത്ര കണ്ടടിച്ചമർത്തി വെച്ചിട്ടും അടക്കി ഒതുക്കി നിർത്തിയിട്ടും അവൻ്റെ ഭാവനയെയോ കർമ്മശേഷിയെയോ ഒതുക്കാൻ സാധിച്ചില്ല. അതിനെ അതിവർത്തിച്ചുകൊണ്ട് അവൻ മുന്നേറുകയായിരുന്നു. സംസ്കാരത്തിൻ്റെ സവിശേഷത എങ്ങനെയാണ്? പലതും നശിച്ചു പോയിട്ടുണ്ട്. പക്ഷെ അത് അതിൻ്റെ ബാഹ്യമായ ചില എടുപ്പുകൾ മാത്രമാണ്. എന്നാൽ മനുഷ്യൻ ഏറ്റെടുത്ത, നെഞ്ചേറ്റിയ പലതും തലമുറകളിലൂടെ പുരോഗമിച്ച് തന്നെ വരികയാണ്. പക്ഷെ ഇവിടെ നാം കാണേണ്ടത്, ഇങ്ങനെ പുരോഗമിച്ചു വരുന്നത് അതിൻ്റെ സ്ഥൂലതലം മാത്രമേ ഉള്ളൂ. സൂക്ഷ്മതലത്തിൽ അത് ശുഷ്കിച്ച് വരികയാണ്. എന്താണെന്നാൽ ആള് കൂടുന്നു, അർത്ഥം കൂടുന്നു, സംവിധാനങ്ങൾ കൂടുന്നു, പ്രശസ്തി വർദ്ധിക്കുന്നു. ശുഷ്കമായി പോകുന്നതോ എന്തുദ്ദേശിച്ചാണ് ഇതൊക്കെ നടക്കേണ്ടത്? ആ ലക്ഷ്യത്തിൽ നിന്നും ഇത് മാറിപ്പോകുന്നു. ശിവഗിരി തീർത്ഥാടനത്തിൻ്റെ എക്കാലത്തെയും പ്രസക്തി മാറുന്ന കാലത്തിനനുസരിച്ച്, മാറുന്ന ലോകത്തിനനുസരിച്ച് മനുഷ്യനെ ഉണർത്തി നിൽക്കുക, ആ മാറ്റം ഉൾക്കൊണ്ടുകൊണ്ട് അവൻ്റെ ജീവിതത്തെ വർഷാവർഷം നവീകരിച്ചു വിടുക. ഇതോടൊപ്പം തന്നെ മനുഷ്യനെ മനുഷ്യനാക്കുന്ന ചില ശാശ്വത മൂല്യങ്ങളുണ്ട്. ആ മൂല്യങ്ങൾ നഷ്ടമാകാതെ അവനിൽ ഉറപ്പിച്ച് നിർത്തുക. ഭൗതികതയുടെയും ആത്മീയതയുടെയും നല്ല ഒരു സമന്വയമാണ് ശിവഗിരി തീർത്ഥാടനം. മനുഷ്യനെ യഥാർത്ഥ മനുഷ്യനാക്കുവാൻ വിദ്യാഭ്യാസം, ശുചിത്വം, ഈശ്വരഭക്തി, അത് കഴിഞ്ഞാൽ സംഘടന കൂടി, ഈ 4 തലങ്ങൾ മനുഷ്യനെ മനുഷ്യനാക്കുന്നതാണ്. ഈ 4 തലങ്ങളെ അവഗണിച്ചാൽ ശേഷമുള്ളത് നടന്നുകൊള്ളും. പക്ഷേ നമ്മൾ മുമ്പ് കണ്ടതുപോലെ പുരോഗതികളുണ്ടാകും. അതേസമയം അത് മനുഷ്യൻ്റെ അധോഗതിയായി തീരുകയും ചെയ്യും. പുരോഗതികളുടെ പല ദുരന്ത ഫലങ്ങളും നമ്മളിന്ന് അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഭൗതിക ജീവിതത്തിന് ഉപകരിക്കുന്ന കൃഷി, കച്ചവടം, വ്യവസായം, ശാസ്ത്ര സാങ്കേതികം, കൈത്തൊഴിൽ
ഇതൊക്കെ വേണ്ടത് തന്നെയാണ്, അനിവാര്യമാണ്, മനുഷ്യൻ്റെ നിലനിൽപ്പിന് അനിവാര്യമാണ്. എങ്കിലും അത് മനുഷ്യ നന്മയ്ക്ക് വിഘാതമായിരിക്കാതിരിക്കുവാൻ ആദ്യത്തെ 4 പാദങ്ങളിൽ നാം ശ്രദ്ധയൂന്നേണ്ടതുണ്ട്. പലരും നിരാശപ്പെടുന്നത് തീർത്ഥാടന ലക്ഷ്യങ്ങൾക്ക് പ്രാധാന്യമില്ല, അതിലാണ് ശ്രദ്ധിക്കേണ്ടത്. ഇത് വേറിട്ടൊരു തീർത്ഥാടനമായതുകൊണ്ട് അതിലവർ അഭിമാനിക്കുന്നു, ഈ സവിശേഷതകളെയൊക്കെ എടുത്തു കാട്ടുന്നു. അവിടെയും മനോഹരമായി പറയുന്നു എന്നതിലുപരി അവന് അതിൻ്റെ യഥാർത്ഥ ഫലം സമൂഹത്തിൽ എത്തിക്കുവാൻ സാധിക്കുന്നില്ല എന്നത് യാഥാർത്ഥ്യമാണ്. പ്രിയമുള്ളവരെ, മൂല്യങ്ങളെ കൈവിടാതിരിക്കുവാൻ നാം മുമ്പ് കണ്ട മാനസിക തീർത്ഥാടനം, വിശ്വാസ തീർത്ഥാടനം, ഇതെല്ലാം ലക്ഷ്യങ്ങളുടെ പ്രഥമ പാദത്തിൽ വരുന്നതാണ്. നോക്കൂ, പുണ്യമെന്നാൽ എന്താണ്? പുണ്യമെന്നാൽ നന്മ ചെയ്യുന്നതിൻ്റെ ഫലമാണ് പുണ്യം. തിന്മ ചെയ്യുന്നതിൻ്റെ ഫലമാണ് പാപം. ഇവിടെ എടുത്തു പറയുന്നു, പുണ്യമെന്നാൽ ശുദ്ധീകരണമാണ്. ശുദ്ധീകരിക്കപ്പെട്ടാലോ അത് പാവന ചിന്തകളായി, സ്വാഭാവികമായിട്ടും അത് പാവന കർമ്മങ്ങളുമായി. ഭാവന ചിന്തകളും പാവന കർമ്മങ്ങളുമായാൽ അത് പുണ്യമായി. പുണ്യം നേടണമെങ്കിൽ ലളിതമായി പറഞ്ഞാൽ നല്ലത് വിചാരിക്കണം, നല്ലത് പ്രവർത്തിക്കണം. ഇത് പറയാൻ എളുപ്പമാണ്. നല്ല വിചാരമുണ്ടാകണമെങ്കിൽ അത് ഉള്ളിൽ നിന്നാകണമല്ല ഉണ്ടാകേണ്ടത്. ഉള്ളിൻ്റെ അവസ്ഥ, നമ്മുടെ ഓരോരുത്തരുടെയും അവസ്ഥ നമുക്ക് തന്നെ സ്വയം പരിശോധിക്കാവുന്നതേ ഉള്ളൂ. അതെപ്പോഴും ചഞ്ചലമായിരിക്കും, അതെപ്പോഴും പ്രക്ഷുബ്ധമായിരിക്കും. അത് പലതിലേക്കും നമ്മെ കൊളുത്തി വലിക്കും. എന്തിലാണോ മനസ്സുറച്ചു നിൽക്കേണ്ടത് അതിൽ നിന്നും കൊളുത്തി വലിച്ച് നമ്മെ ദൂരേക്ക് കൊണ്ടുപോവുകയാണ്. മനസ്സ് അബദ്ധ സഞ്ചാരമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതുവഴി ദുഷ്ചിന്തകളായി, ദുഷ്പ്രവർത്തനങ്ങളായി, അതിൻ്റെ എല്ലാം ഫലം പാപമായി അടിയുകയാണ് നമ്മിൽ. അത് വീണ്ടും വീണ്ടും നമ്മെ ദുർബലപ്പെടുത്തുന്നു. വീണ്ടും വീണ്ടും അതിലേക്ക് തന്നെ നമ്മൾ ആണ്ട് പോകുന്നു. മനുഷ്യ മനസ്സ്, അതുവഴി സമൂഹ മനസ്സ് ഇങ്ങനെ അധപ്പതിച്ചതിൻ്റെ ഫലമാണ് ലോകത്ത് പുരോഗതി ഉണ്ടെങ്കിലും ആന്തരികമായി, മാനുഷികമായി അധപ്പതനങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഒന്നോർത്തു നോക്കൂ, പുണ്യം
അത് ചിലപ്പോൾ നാം അറിയാതെ ആയിരിക്കും നമ്മിൽ സഞ്ചയിക്കുക. നാം ഇതാ വഴിയിൽ കുപ്പിച്ചില്ല് കിടക്കുന്നത് കാണുന്നു. അത് കണ്ടപ്പോൾ അതവിടുന്ന് നീക്കം ചെയ്യാൻ തോന്നി. അത് ചെയ്തു. അതിനെ ഒരു വലിയ കാര്യമായി നമ്മൾ കണ്ടിട്ടുണ്ടാവില്ല. പക്ഷേ അതുവഴി കടന്നു പോന്ന എത്രയോ പേരെ അപകടത്തിൽ നിന്നും അവൻ്റെ ആ നിസ്സാര പ്രവൃത്തി രക്ഷിച്ചിട്ടുണ്ടാവും. ആ പ്രവൃത്തി പരോപകാരമായിട്ടുണ്ടേ എങ്കിൽ തീർച്ചയായും അവനിൽ പുണ്യമുണ്ടായി. പരോപകാരായ പുണ്യായ പാപമേ പരപീഡന. പല തരത്തിലും നാം അറിയാതെ തന്നെ മറ്റുള്ളവർക്കും ഉപദ്രവത്തെ ഉണ്ടാക്കിയിട്ടുണ്ടാവാം. പരന് പരം പരിതാപമേകിയിട്ടുണ്ടെങ്കിൽ അത് നമ്മിൽ പാപമായി അടിയുന്നുണ്ടാവും. ഒരു പുരാണ ഉപകഥ രസകരമാണ്, എല്ലാവർക്കും അറിയാവുന്നതാണ്. പാഞ്ചാലിയെ കൗരവസഭയിലേക്ക് വലിച്ചിഴച്ചു കൊണ്ടുവന്ന് ആക്ഷേപിക്കുന്ന രംഗം. അവിടെ വസ്ത്രാക്ഷേപം നടത്തുന്നു. ദ്രൗപദി തൻ്റെ ജീവിതേശ്വരനെ, കൃഷ്ണനെ ഉള്ളലിഞ്ഞ് വിളിച്ചു കേഴുന്നു. അവളുടെ മാനം രക്ഷിക്കപ്പെടുന്നുണ്ട്. കാലം കുറെ കഴിഞ്ഞു. ഒരു വേള പാഞ്ചാലി ശ്രീകൃഷ്ണനോടൊരു പരിഭവം പറയുകയാണ്. അവിടുന്ന് എൻ്റെ മാനം രക്ഷിച്ചു, പക്ഷേ അവിടുന്ന് ഇടപെട്ടതല്പം വൈകിപ്പോയി. അത്രയും പാടില്ലായിരുന്നു. അവർ എൻ്റെ വസ്ത്രത്തിൽ കൈവച്ച് ഉരിയുകയും ചെയ്തു. അത്രത്തോളം പോകരുതായിരുന്നു. അതൊരു പരിഭവമാണ് പറഞ്ഞത്. കൃഷ്ണഭഗവാൻ അതിന് പറയുന്നൊരു സമാധാനം. നിന്റെ വിളി ഞാൻ അപ്പോൾ തന്നെ കേട്ടു. പക്ഷേ എനിക്ക് നിന്നിൽ അനുഗ്രഹം ചൊരിയണമെങ്കിൽ നിന്നിൽ എന്തെങ്കിലും പുണ്യം കാണണം. നിന്നിൽ പുണ്യമുണ്ടോ എന്ന് ഞാൻ പരിശോധിക്കുകയായിരുന്നു. കുറേയേറെ തിരയേണ്ടി വന്നു നിന്നിലൊരു പുണ്യം കണ്ടെത്താൻ. പാഞ്ചാലി അത്ഭുതപ്പെട്ടു. പാഞ്ചാലി അതുവരെ അഭിമാനിച്ചിരുന്നത് താൻ വലിയ പുണ്യവതിയാണ്. എന്തുകൊണ്ടെന്നാൽ താൻ ധാരാളം ദാനം ചെയ്യുന്നുണ്ട്. പലർക്കും പല പരോപകാരങ്ങളും ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ഏറ്റവും പുണ്യവതി ഒരുപക്ഷെ താനായിരിക്കുമെന്നൊരു അഹംഭാവവും ഉള്ളിൻ്റെ ഉള്ളിൽ ദ്രൗപദിക്കുണ്ടായിരുന്നു. ദ്രൗപദി അത്ഭുതത്തോടെ ചോദിച്ചു, ഇത്രയെല്ലാം ചെയ്ത എനിക്ക് പുണ്യമില്ലെന്നോ? അഥവാ അത്രത്തോളം തിരിഞ്ഞിട്ടേ എന്നിൽ അല്പം പുണ്യം അവിടുന്ന് കണ്ടെത്തിയുള്ളൂ? ഭഗവാൻ പറയുന്നു, നിന്റെ പുണ്യത്തെ ഞാൻ ഏറെ തേടി. നിന്റെ പ്രവൃത്തികളുടെ ചെയ്യും കർമ്മങ്ങളെല്ലാം അറിഞ്ഞിടുന്ന ദേവനാണ്. ആ കർമ്മങ്ങളെല്ലാം പരിശോധിച്ചപ്പോൾ ആ കർമ്മങ്ങളിലൊന്നും പുണ്യമില്ല. ശരിയാണ്, നീ കർമ്മങ്ങളേറെ ചെയ്തിട്ടുണ്ട്. പുണ്യമെന്ന് നീ ഭാവിക്കുന്നു. പക്ഷെ നീ അറിഞ്ഞില്ല, ഇത് അഹമ്മതിയോടെ ചെയ്തതാണ്. ഞാൻ ചെയ്യുന്നു എന്ന ഭാവത്തിൽ ചെയ്തതാണ്.
ഞാനല്ലാതെ ആര് ചെയ്യുമെന്ന ഭാവത്തിൽ ചെയ്തതാണ്. എന്നോളം ചെയ്യുന്നത് ആരുണ്ട് എന്ന ഗർവിൽ ചെയ്തതാണ്. ഈ മനോഭാവത്തിൽ ചെയ്തതുകൊണ്ട് നീ ചെയ്തതൊക്കെ നല്ലതാണെങ്കിലും അതിനൊന്നും പുണ്യമില്ലാതെ പോയി. അവസാനം ഞാൻ കണ്ടെത്തി, നീ ബാലയായിരുന്നപ്പോൾ ഒരിക്കൽ കുളിക്കാൻ പോയി. നീ അവിടെ ചെല്ലുമ്പോൾ മറ്റൊരു സ്ത്രീ നദിയിൽ കുളിക്കുന്നുണ്ടായിരുന്നു. അവർ ഏറെ നേരമായിട്ടും നദിയിൽ നിന്ന് കയറുന്നില്ല. നീ ചെന്ന് അതിൻ്റെ കാരണം അന്വേഷിച്ചു. ഒഴുക്കിൽ അവളുടെ വസ്ത്രം നഷ്ടപ്പെട്ടു പോയി എന്നറിഞ്ഞു. ആ നിമിഷം നീ നിന്റെ ചേലയുടെ പകുതി കീറി എറിഞ്ഞു കൊടുത്തു. അത് ധരിച്ചുകൊണ്ട് കൃതജ്ഞതയോടെ ആ സ്ത്രീ പോവുകയും ചെയ്തു. ആ പ്രവൃത്തിക്ക് അല്പം പുണ്യമുണ്ടായിരുന്നു. എന്തുകൊണ്ടെന്നാൽ നീ അത് അഹമ്മതിയോടെ ചെയ്തതല്ല, അഹംഭാവത്തോടെ ചെയ്തതല്ല. അപ്പോഴാണ് ദ്രൗപദിക്ക് തത്വം തിരിയുന്നത്. ചെയ്തു എന്നതുകൊണ്ടായില്ല. ചെയ്യുന്ന പ്രവൃത്തിയുടെ ആ മനോഭാവം അത് വളരെ നിർണായകമാണ്. ഇങ്ങനെ ഒരു പുണ്യം നിന്റെ ജീവിതത്തിൽ ഇല്ലായിരുന്നു എങ്കിൽ നിന്റെ ജീവിതത്തിൽ ഇടപെടുവാൻ എനിക്ക് കഴിയില്ലായിരുന്നു. ഞാൻ അവിടെ നിസ്സഹായനായി തീരുമായിരുന്നു. നോക്കണം, രോമകോപത്തിൽ കൂടി പോലും കൃഷ്ണനാമം ഇങ്ങനെ സൂക്ഷ്മമായി വരുന്നു എന്നാണ് ദ്രൗപദിയെ സങ്കല്പിച്ച്, ദ്രൗപദിയുടെ ഭക്തിയെ സംബന്ധിച്ച് പറയപ്പെട്ടിരിക്കുന്നത്. പരമ ഭക്തയായിരുന്ന ദ്രൗപദിയിൽ പോലും അല്പം പുണ്യം സഞ്ചയിച്ചത് അവരറിയാതെ തന്നെയായിരുന്നു എന്നുള്ളതാണ്. ഈ വക കാര്യങ്ങളിൽ എത്രത്തോളം സൂക്ഷ്മത വേണം, എത്രത്തോളം ത്യാഗം വേണം, ഇതെല്ലാം ഒരു ശ്രവണം കൊണ്ടോ ഒന്നും ഉണ്ടാകുന്നതല്ല. ഇതൊരു സംസ്കാരമാണ്, മനസ്സിൻ്റെ സംസ്കാരം, മനസ്സിൻ്റെ സംസ്കരണം. ഇതുപോലുള്ള തീർത്ഥയാത്രകളൊക്കെ നടത്തുമ്പോൾ നാം ഇതെല്ലാം അറിഞ്ഞിരിക്കണം. ലോകം അത് ഏത് വഴിക്ക് പോകുന്നു, സമൂഹം എങ്ങനെ ചിന്തിക്കുന്നു, എങ്ങനെ പോകുന്നു, അത് എന്തുമായി കൊള്ളട്ടെ, നമുക്ക് നമ്മുടേതായ ഒരു സ്വാതന്ത്ര്യമുണ്ടല്ലോ. നമുക്കത് സ്വതന്ത്രമായി തന്നെ ഉപയോഗിക്കാമല്ലോ. അതിനാര് തടസ്സം, അതിനെന്ത് തടസ്സം? പല കാര്യങ്ങളിലും എന്ന പോലെ മാതൃക കാട്ടുവാൻ നമുക്കും കഴിയേണ്ടതാണ്, തീർച്ചയായും കഴിയുന്നതാണ്. പാപം ശരിയാണ്. ആ പാപം എന്ന സങ്കല്പത്തിൽ തന്നെ ഒരിക്കലും വാദിക്കാതെ നാം ശ്രദ്ധിക്കേണ്ടത് എന്ന സങ്കല്പമാണ് അവിടെ വരുന്നത്. ഇത് തീണ്ടിയാൽ പോവില്ല എന്നർത്ഥമില്ല. കഴിയുന്നിടത്തോളം പാപം ഏശാതെ നോക്കണം, നമ്മെ അത് തീണ്ടാതെ നോക്കണം. അത്ര ജാഗ്രത നമുക്കുണ്ടാവണം. വിശിഷ്ട ഭോജ്യങ്ങളൊക്കെ മൂടി വെക്കാറില്ലേ? ഓരോന്നും അതുപോലെ നമ്മൾ സൂക്ഷിക്കാറില്ലേ? എന്നതുപോലെയാണ് ഒരിക്കലും നിവൃത്തിയുണ്ടെങ്കിൽ പാപമേക്കാതെ അത്ര കരുതലും
ജാഗ്രതയും ഉള്ളവനായിരിക്കണം മനുഷ്യനെന്നാണ്. എന്നാൽ ലോകർ ഭൂരിഭാഗവും ദുർബലരാണ്, ഭൗതികരാണ്. സ്വാഭാവികമായും പാപം അവരെ തീണ്ടാതിരിക്കില്ല. അങ്ങനെ തീണ്ടിയാൽ തന്നെ പാപമുക്തിക്ക് പശ്ചാത്താപം എന്നൊരു പരിഹാരം ഉണ്ട്. ഗുരുദേവൻ അത് എടുത്തു പറയുന്നുണ്ട്. ഒരാൾ പാപിയായി എന്ന് കരുതി എക്കാലവും അയാളെ പാപിയായി നാം കാണേണ്ടതില്ല. പാപമുക്തി സാധ്യമാകുന്നതേയുള്ളൂ. പാപമുക്തിക്ക് വേണ്ടിയിട്ടാണ് ആധ്യാത്മിക ജീവിതം നമുക്ക് കൽപ്പിച്ചു തന്നിട്ടുള്ളത്. അതിനുവേണ്ടി വ്യവസ്ഥപ്പെടുത്തി തന്നിട്ടുള്ളത്. അതിനെ നമ്മൾ വിനിയോഗിക്കുക മാത്രമേ ചെയ്യേണ്ടതുള്ളൂ. ഒന്ന് ഓർത്തു നോക്കുക, പാപം അത് നാനാപ്രകാരത്തിൽ നമ്മെ ഏതെല്ലാം തരത്തിൽ തപിപ്പിക്കുന്നുണ്ട്, വിഷമിപ്പിക്കുന്നുണ്ട്, ദ്രവിപ്പിക്കുന്നുണ്ട്, നശിപ്പിക്കുന്നുണ്ട്. ഇതെല്ലാം ജീവിതത്തിലുള്ളതാണ് എന്ന് നാം ആശ്വസിക്കുകയാണ്, സമാധാനിക്കുകയാണ്. ലോകം ഇങ്ങനെയേ പോകൂ, ഇതാണ് ലോകഗതി എന്ന് നാം വിധിച്ചിരിക്കുകയാണ്. ഇതുതന്നെയാണ് നമ്മുടെ ദൗർബല്യം. ഇവിടെയാണ് നമ്മൾ ഉള്ളലിഞ്ഞ് പ്രാർത്ഥിക്കുന്നത്, മോഹാകുലരാം ഞങ്ങളെ അങ്ങയുടെ അടിപ്പോ. അങ്ങോട്ട് ആ തൃച്ചേവടികളെ നമ്മളെല്ലാവരും ആശ്രയിക്കുക. അങ്ങോട്ട് അടുക്കട്ടെ, ഉറയ്ക്കട്ടെ. ഒരിക്കലും അതിൽ നിന്ന് നാം വേറിടാതിരിക്കട്ടെ. അതുപോലെ നാം ആ തൃച്ചേവടികളുമായി താതാത്മ്യം പ്രാപിക്കണം. അതുകൊണ്ട് പാപമൊഴിയുമെന്ന് ഉറപ്പാണ്. ശ്രുതാനാം ശുദ്ധിഹേതവേ എന്ന് പറഞ്ഞിരിക്കുന്നത് ഭംഗിവാക്കല്ലല്ലോ. ആശ്രയിക്കുന്നവരെ ശുദ്ധീകരിക്കുന്നു. ഈ ഒരു ഉറപ്പ് നമുക്ക് ഏവർക്കും ഉണ്ടാവണം. അതിനാണ് വിശ്വാസം എന്ന് പറയുന്നത്. പലപ്പോഴും ഗുരു നമ്മെ ബോധ്യപ്പെടുത്തുവാൻ ചില ലീലകളൊക്കെ നടത്തും. അത് ലോകത്തിനൊരു പാഠമാകാൻ വേണ്ടിയിട്ടാണ്. നമുക്കറിയാം, ഗുരുദേവൻ മുണ്ടിത ശിരസ്സായിരുന്നു. ഏതാണ്ട് 8-10 ദിവസമൊക്കെ കൂടുമ്പോൾ മുടിയും താടിയും വടിപ്പിക്കും. അപ്പം ആ രീതിയിലായിരുന്നു ഗുരുദേവന്റെ പ്രകൃതം. ചില ചിത്രങ്ങളൊക്കെ പിടിച്ചപ്പോൾ ഈ താടി നീണ്ടു അല്പം കുറ്റി രോമമൊക്കെ ആയിട്ടിരുന്നത് അത് ഏതാണ്ടൊന്ന് സ്ഥിരപ്പെട്ടതുപോലെ, എന്ന് പറഞ്ഞാൽ കുറ്റിരോമവും കുറ്റിമുടിയും ഇല്ല എങ്കിൽ അത് ഗുരുവല്ല എന്ന് ഗുരുവിൻ്റെ ആ ബാഹ്യരൂപത്തെ പോലും നമ്മൾ തെറ്റിദ്ധരിച്ചിരിക്കുകയാണ്. ഇപ്പോൾ ഒരു വക്കമെന്ന സ്ഥലത്താണ് ഒരു ക്ഷുരകൻ ഗുരുവിൻ്റെ പരമഭക്തനായിരുന്നു. വക്കം ആറ്റിങ്ങൽ പ്രദേശത്തൊക്കെ വരുമ്പോൾ ആ ക്ഷുരകനായിരുന്നു ഗുരുവിനെ മുണ്ഡനം ചെയ്തിരുന്നത്. നല്ല ശ്രദ്ധയും ഭക്തിയും അദ്ദേഹത്തിനുണ്ടായിരുന്നു. കത്തി ചൂടുവെള്ളത്തിൽ ഇടും, കഴുകും. ഉപയോഗിക്കുന്ന സാധനങ്ങളെല്ലാം അതുപോലെ ശുദ്ധീകരിക്കും. വ്രതം എടുത്തുകൊണ്ട് മാത്രമേ തൃപ്പാദങ്ങളെ
സമീപിക്കുമായിരുന്നുള്ളൂ. അത്ര ശ്രദ്ധയുണ്ടായിരുന്നു. ഒരുപക്ഷെ ഒരു പൂജകനേക്കാൾ ശ്രദ്ധയും കൈയടക്കവും ഈ കാര്യത്തിൽ അദ്ദേഹത്തിനുണ്ടായിരുന്നു. അദ്ദേഹത്തെ വലിയ കാര്യമായിരുന്നു തൃപ്പാദങ്ങൾക്ക്. അദ്ദേഹം അവശനായി, അദ്ദേഹത്തിൻ്റെ കാലം കഴിഞ്ഞു. ആ സ്ഥാനം അദ്ദേഹത്തിൻ്റെ പുത്രൻ ഏറ്റെടുത്തു. ഗുരുവിൻ്റെ സാന്നിധ്യം ശിവഗിരിയിൽ സ്ഥിരമായി. ആലുവായിൽ നിന്ന് അവിടുന്ന് ശിവഗിരിയിലേക്ക് മടങ്ങി. അവസാന സന്ദർഭങ്ങളൊക്കെ ശിവഗിരിയിലാണ്. വക്കത്ത് നിന്ന് ആ മനുഷ്യന്, യുവാവ്, ശിവഗിരിയിൽ വന്ന് മുണ്ടനം ചെയ്യുമായിരുന്നു. പയ്യെ പയ്യെ മനസ്സിലായി, ഈ ചെറുപ്പക്കാരൻ അച്ഛനെ പോലെ ജീവിതശുദ്ധിയില്ല. അയാളും ചില അബദ്ധ സഞ്ചാരം ഒക്കെ നടത്തുന്നയാളാണ്. പിന്നെ മനസ്സിലായി, മദ്യപിക്കുന്നയാളാണ്. ഒരുപക്ഷേ പിതാവ് ചെയ്ത പുണ്യത്തിൻ്റെ ആ അനുകമ്പ കൊണ്ടായിരിക്കാം ഗുരുദേവൻ കർക്കശ നിലപാടൊന്നും എടുത്തില്ല. എന്നാൽ സ്വാമി ശിഷ്യന്മാർ ഉപദേശിക്കാതെ ഇരുന്നുമില്ല. ഒരു വേള ആ യുവാവ് അല്പം കടിപ്പിച്ച് തന്നെ പറഞ്ഞു, സ്വാമി പറയുന്ന എല്ലാ കാര്യമൊന്നും ശരിയല്ല. സ്വാമി പറയുന്ന എല്ലാ കാര്യവും ശരിയല്ല. പിന്നീട് സംഭവിക്കുന്നത്, ഈ യുവാവിന് ബുദ്ധിഭ്രമം ബാധിക്കുന്നു. ഇദ്ദേഹത്തിന് തൊഴിലിൽ ശ്രദ്ധിക്കാൻ കഴിയാതെ വന്നിരിക്കുന്നു. നിർഭാഗ്യകരമായിരുന്നു ആ യുവാവിൻ്റെ അന്ത്യം. എപ്പോഴോ ഒരു മാനസിക വികല്പം തോന്നി. അയാൾ ഒരു കുളത്തിൽ ചാടി. രക്ഷിക്കാൻ പറ്റിയില്ല അത്ര. അങ്ങനെ അദ്ദേഹത്തിൻ്റെ ജീവിതം പൊലിഞ്ഞു. അപ്പം നോക്കണം, സാധാരണഗതിയിൽ ഇതുപോലുള്ള ആളുകൾ ഗുരുവിനെ സമീപിക്കാൻ തന്നെ ഭയപ്പെടും. അവിടെ പോലും ഗുരു കരുണ ചൊരിഞ്ഞു. സാധാരണ ഇങ്ങനെ സംഭവിക്കുന്നതല്ല. ഒരു സഞ്ചാര വേളയിൽ മധ്യ തിരുവിതാംകൂറിലാണ്, ഒരിടത്താണ്, ഇതുപോലൊരു ഭവനത്തിൽ താമസിക്കുന്നു. അപ്പം മുണ്ടനം ചെയ്യാൻ സമയം അതിക്രമിച്ചിരിക്കുന്നു. അതിന് ഈ തിരുവല്ല ഭാഗത്തു നിന്ന് അതിവിദഗ്ധനായ, അപ്പം അവിടുത്തുകാർ അതേ നോക്കിയുള്ളൂ, ഏറ്റവും വിദഗ്ധനായ പ്രസിദ്ധനായ ഒരു ക്ഷുരകനെ തരപ്പെടുത്തി. അയാൾ വന്നു. നോക്കണം, കുറേയേറെ ദൂരത്തു നിന്നാണ് വരുന്നത്. ദൂരത്തു നിന്ന് തന്നെ കൊണ്ടുവന്നു. ഗുരുദേവൻ ഈ ക്ഷൗരത്തിന് തയ്യാറായി. ആള് വന്നിട്ടുണ്ടെന്ന് അറിയിച്ച പാടെ പുറത്തേക്ക് ഇറങ്ങാൻ വാതിൽ തുറന്നു. ഈ മനുഷ്യനെ കണ്ടു. ഇയാൾ ഭവ്യതയോടെ നിപ്പുണ്ട്. സൂക്ഷിച്ചൊന്ന് നോക്കി. കണ്ണുകൾ അല്പം തീക്ഷ്ണമാകുന്നു. മുഖഭാവം കടുക്കുന്നു. ഇരുത്തി ഒന്ന് നോക്കിയിട്ട് ഗുരുദേവൻ അകത്തോട്ട് പിൻവലിഞ്ഞു. എന്താണ് അവിടുത്തെ അഹിതം? ആ വീട്ടുകാരെ അത്ഭുതപ്പെട്ടു. പയ്യെ ഗുരുവിനെ സമീപിച്ചപ്പോൾ, അവൻ 1 രൂപ കൊടുത്തേക്കണം. പിന്നെ അവിടെ ചോദ്യമില്ല. അവനെ കൊണ്ട് ക്ഷൗരം ചെയ്യിക്കുന്നില്ല എന്ന് അവിടുന്ന് തീരുമാനിച്ചു എന്ന് വ്യക്തമായി. അന്നത്തെ കാലത്ത് ഒരു ദിവസം പണി ചെയ്താൽ ഏതാണ്ട് കഷ്ടിച്ച് 1 രൂപ കിട്ടുമായിരുന്നു. അന്നത്തെ നിലവാരമല്ലയോ. അവിടെ താൻ മൂലം ഒരു നഷ്ടവും അയാൾക്ക് വരണ്ട. 1 രൂപ കൊടുത്തേക്കണം.
അത് കൊടുത്തു വിടുകയും ചെയ്തു. എന്താണ് സംഭവമെന്ന് നമുക്കാർക്കും മനസ്സിലായില്ല. പക്ഷെ അതിൻ്റെ രഹസ്യം മറ്റൊന്നുമല്ല. ഇയാൾ ചില വേണ്ടാത്ത പറയാൻ തന്നെ അറയ്ക്കുന്ന ചില പ്രവൃത്തികളൊക്കെ ചെയ്യുമായിരുന്നു, ഗർഭഛിദ്രം പോലുള്ളത്. ആ കാര്യത്തിൽ ഇദ്ദേഹം വിദഗ്ധനായിരുന്നു അത്രേ. അപ്പൊ ഗുരുവിൻ്റെ ആ ഭാവം നോക്കൂ. ഈ മനുഷ്യനെ കണ്ട മാത്രയിൽ ഇതാ പിൻവലിയുകയായിരുന്നു. അദ്ദേഹം വിദഗ്ധനാണ്. ക്ഷൗരം ചെയ്താൽ പോരെ, അത് ഭംഗിയായി ചെയ്യുന്നവനാണ്, അത് ചെയ്തിട്ടങ്ങ് പൊക്കോളും എന്നല്ലല്ലോ കരുതിയത്. തൊടാൻ അങ്ങനെ ഒരാളുടെ സ്പർശം പോലും ഗുരു ആഗ്രഹിച്ചില്ല. ഇപ്പൊ നോക്കൂ, ആന്തരികമായി അവിടുന്ന് എത്ര തപിച്ചിരിക്കും. ആ മനുഷ്യനെ അവഗണിച്ചു വിട്ടു എന്നല്ല നമ്മൾ കരുതേണ്ടത്. ആ പാപിയുടെ പാപമൊഴിയുവാൻ അന്തരാ ഗുരു പ്രാർത്ഥിച്ചിരിക്കുമെന്നുറപ്പാണ്. നമ്മളുടെ ധാരണ വെച്ച്, ശീലം വെച്ച് അവനെ ശപിച്ചിരിക്കുമെന്നേ നമ്മൾ ധരിക്കും. അങ്ങനെ പറയാനാണെങ്കിൽ ഈ ദീനാവനപരായണൻ എന്നൊക്കെ പറയുന്നതിൽ എന്ത് അർത്ഥമാണുള്ളത്? അറിവില്ലാത്തവരോട് അനുകമ്പയോടെ പെരുമാറണം എന്ന ആ വാക്കുകൾക്ക് വിലയില്ലാതാവില്ലേ? ധർമ്മതീർത്ഥസ്വാമികൾ ഈ ഗുരുവിൻ്റെ ചികിത്സാകാലത്ത് ഇറക്കിയ ഒരു വിജ്ഞാപനത്തിൽ പറയുന്നത്, നമ്മുടെ എല്ലാം ദോഷം മാറുന്നതിന് വേണ്ടി, നമ്മുടെ എല്ലാം നന്മയ്ക്ക് വേണ്ടി തൃപ്പാദങ്ങൾ പ്രവർത്തിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. നോക്കൂ, ഇതെല്ലാം അവിടുന്ന് ഏറ്റെടുക്കുന്നത് പോലെ തോന്നുമായിരുന്നു. അവിടുന്നല്ലേ ഒരു തിരുവാക്ക് അരുളിയത്, നീ എൻ്റെ സകല പാപങ്ങളെയും കവർന്നെടുത്തുകൊണ്ട് എനിക്ക് നിന്റെ പരമാനന്ദം നൽകണമേ. ഇത് ദൈവത്തോടുള്ള യഥാർത്ഥ അപേക്ഷയാണ്. പാപിയായിപ്പോയി, അതിനെ ഒഴിക്കുവാൻ നിനക്ക് മാത്രമേ സാധിക്കൂ. നീ എൻ്റെ സകല പാപങ്ങളെയും കവർന്നെടുത്തുകൊണ്ട്. നോക്കൂ, ഗുരു ചെയ്തതെന്തായിരുന്നു? ആശ്രയിക്കുന്നവരുടെ എല്ലാം പാപത്തെ കവർന്നെടുക്കുകയായിരുന്നു. അഗ്നിയെക്കുറിച്ച് നമുക്കറിയാം. അഗ്നി എന്തിനേയും ശുദ്ധീകരിക്കുന്നു. അഗ്നിശുദ്ധിയെന്ന് നമ്മൾ കേട്ടിട്ടുണ്ട്. സീതയൊക്കെ അഗ്നിശുദ്ധി വരുത്തിയ ആളാണ്. പലരെയും ഇങ്ങനെ നമ്മൾ കേട്ടിട്ടുണ്ട്. അഗ്നി അതെന്ത് ഭക്ഷിച്ചാലും ഭസ്മമാകുമെന്ന് പറഞ്ഞാൽ അത് ശുദ്ധമാകുമെന്ന് താല്പര്യം. അതുപോലെ ആയിരുന്നു എന്നല്ല, അതിനും അപ്പുറത്തായിരുന്നു ഗുരു ലോകരുടെ പാപങ്ങൾ. ഇവിടെ ലോകരുടെ എന്ന് നമ്മൾ സാമാന്യമായിട്ട് പറയുന്നു, ആശ്രയിക്കുന്നവരുടെ. അതങ്ങനെയല്ലേ പറ്റൂ. ആശ്രയിക്കുന്നവരിൽ മാത്രമേ ഈശ്വരന് ഇടപെടാൻ സാധിക്കും. ആരാണ് അനന്യ ചിന്തയോടെ എന്നെ സ്മരിക്കുന്നത്, എന്നെ പ്രാപിക്കുന്നത്? അങ്ങനെയുള്ളവരിലേക്ക് മാത്രമേ എൻ്റെ അനുഗ്രഹം കടന്നു വരും. ഇവിടെ ആശ്രയിക്കുക, അതിനൊരു മനസ്സുണ്ടാവുക, അത് തന്നെ വലിയൊരു അനുഗ്രഹമാണ്. പറയുന്നുണ്ടല്ലോ, മനുഷ്യത്വം, മുമുക്ഷത്വം, മഹാപുരുഷ സംശ്രയം. മഹാപുരുഷ സംശ്രയം, ഗുരുലാഭം, സജ്ജന സമ്പർക്കം, ഇതൊക്കെ എന്തോ
പൂർവകർമ്മ പുണ്യം അല്പം ഉള്ളിക്കിടന്നതുകൊണ്ട് അവർക്ക് തോന്നുന്നതാണ്. അങ്ങനെ പുണ്യസങ്കേതത്തിൽ എത്തപ്പെട്ടാലും വാസനയ്ക്കടിപ്പെട്ട് പാപചിന്തകൾക്കടിപ്പെട്ട് അവിടെയും വിപരീതമായി പോകുന്നവരെത്രയെത്ര. പുണ്യസ്ഥലങ്ങൾ, അപ്പം അവിടെയാണ് നമ്മുടെ സങ്കല്പം ഉണർന്ന് പ്രവർത്തിക്കണമെന്ന് പറയുന്നത്. നമ്മുടെ വിശുദ്ധ സങ്കല്പം ഉറച്ചു നിൽക്കണമെന്ന് പറയുന്നത്. അവിടെ കള്ളന്മാർ കൂടും, അതുപോലെ പലരും കൂടും. അതുകൊണ്ടവിടെ പുണ്യസ്ഥലമല്ല. ശരിയല്ലേ? അവിടെ നടക്കുന്നത് ഇതൊക്കെയാണ്. പക്ഷേ നീ ഭക്തനാണോ? നീ വിശ്വാസിയാണോ? നിന്റെ വിശ്വാസത്തെ ആശ്രയിച്ചാണ് അത് പുണ്യസ്ഥലമാകുന്നത് എന്ന് പോയ വേളയിൽ നാം കണ്ടതാണ്. ശിവഗിരി തീർത്ഥാടനത്തിന് അനുമതി കൊടുക്കുമ്പോൾ ഈ ഒരു ഉറപ്പാണ് ഗുരു നമ്മിൽ നിന്നും വാങ്ങിയത്. ഈ ഒരു ഉറപ്പാണ് ഗുരുവിന് നാം കൊടുക്കുകയുണ്ടായത്. ശിവഗിരിയെ ഒരു പുണ്യസ്ഥലമായി ഞങ്ങൾ വിശ്വസിച്ചു കൊള്ളാം. അങ്ങനെ വിശ്വസിക്കാത്തവർ ധാരാളം കാണും. അവരുടെ നടപടികളെല്ലാം ഇതിൻ്റെ സങ്കല്പത്തിന് വിരുദ്ധവുമായിരിക്കും. നോക്കൂ സഹോദരങ്ങളെ, ഒരു ഭ്രാന്താലയത്തിലല്ലേ ഗുരു വസിച്ചത്? ഗുരു പിറന്നു വീണ മണ്ണ് ഭ്രാന്താലയമാണ് എന്ന് വെറുതെ ഒരാൾ പറഞ്ഞതല്ല, ഒരു മഹാമനീഷി. അതെത്രയും സത്യമായിരുന്നു. ഈ ഭ്രാന്ത് പിടിച്ച ലോകത്തിൽ നിന്നൊഴിഞ്ഞു പോകാനല്ലല്ലോ ഗുരു ശ്രമിച്ചത്. ഭ്രാന്താലയമെന്ന് വിശേഷിപ്പിച്ച ആ മഹാൻ പോലും കണ്ണീരൊഴുക്കിക്കൊണ്ട് ഇവിടുന്ന് വിട കൊണ്ടതേയുള്ളൂ. അനുതപിച്ചതുകൊണ്ട് ഭ്രാന്ത് മാറിയോ? നോക്കൂ, ആ ഭ്രാന്തിനെ ഫലപ്രദമായി ചികിത്സിക്കുകയായിരുന്നു. അതിലവിടുന്ന് വിജയിക്കുകയായിരുന്നു. ഇത് ഗുരുവിൻ്റെ തപോമാർഗമാണ്. ഇത് നിശബ്ദം നടന്നതാണ്, ശാന്തമായി നടന്നതാണ്. എന്തും ശാന്തമായി വേണം സാധിക്കുവാനെന്ന് അവിടുന്ന് അരുളിയത് നമ്മൾ സ്വപ്നത്തിൽ പോലും കരുതാത്ത മാറ്റം ശാന്തമായി ഇവിടെ സംജാതമാക്കിയതിന് ശേഷമാണ് ഇത് മൊഴിയുന്നത്. ഇതുപോലുള്ള ഭംഗിവാക്കുകൾ എത്രയോ ഉണ്ട്. പക്ഷെ ഗുരുദേവൻ്റേതൊരിക്കലും ഭംഗിവാക്കായിരുന്നില്ല. അവിടുന്ന് പ്രവചിക്കുന്നതിന് മുമ്പ് പ്രവർത്തിച്ചു. ആ പ്രവർത്തികളൊക്കെ സഫലമാവുകയും ചെയ്തു. ഇപ്പം നോക്കണം, ഒരു ഭ്രാന്താലയത്തെ തീർത്ഥാലയമാക്കാൻ ഗുരുവിന് സാധിച്ചത് അവിടുത്തെ വിശുദ്ധ സങ്കല്പം കൊണ്ടാണ്. ആ മാതൃകയെ നെഞ്ചേറ്റുവാനാണ് ഗുരു നമ്മളോട് പറയുന്നത്. ശിവഗിരി നോക്കൂ, ഇതിൽ പരം പവിത്രമായ ഒരു സ്ഥാനം എന്തുണ്ട്, എവിടമുണ്ട്? പക്ഷേ അവിടുത്തെ പവിത്രത എന്തിനെ ആശ്രയിച്ചാണ് ഇരിക്കുന്നത്? തീർച്ചയായും നമ്മുടെ ഓരോരുത്തരുടെയും സങ്കല്പത്തെ ആശ്രയിച്ചാണ് ഇരിക്കുന്നത്. യത് ഭാവം തദ്ഭവതി എന്നാണ്. എന്ത് ഭാവിക്കുന്നു ആ ഭാവനയ്ക്കനുസരിച്ച് അത് ആയിത്തീരുന്നു. രാമകൃഷ്ണ പരമഹംസരൊരു കഥ പറയുന്നുണ്ട്. അതായത് ഒരു ക്ഷേത്രം പണി നടക്കുന്നു. 3 പേർ നിന്ന് പണിയുന്നു.
അതിലേ കടന്നു പോകുന്ന ഒരു ആൾ ഈ ജോലിക്കാരോട് കുശലം അന്വേഷിക്കുകയാണ്. ഒന്നാമത്തെ ആളോട് ചോദിക്കുന്നു, എന്തെടുക്കുന്നു? അയാളപ്പോൾ വയറ്റത്ത് അടിച്ചു കാണിക്കുന്നു. വയറ്റിപ്പഴപ്പാണ് എന്ന് സാരം. രണ്ടാമത്തെ ആളോട് ചോദിക്കുന്നു. അപ്പോൾ അയാളുടെ മേലാളെ ചൂണ്ടിക്കാണിക്കുന്നു. അയാൾ ഏൽപ്പിച്ച പണി ഞാൻ ചെയ്യുകയാണ്. അയാൾ പറഞ്ഞത് പ്രകാരം ഞാൻ അങ്ങ് ചെയ്യുന്നു. മൂന്നാമത്തെ ആളോട് എന്തെടുക്കുന്നു എന്ന് ചോദിച്ചപ്പോൾ അയാൾ ആൽത്തറയിൽ ഒരുക്കി വെച്ചിരിക്കുന്ന ഭഗവത് ബിംബത്തെ ചൂണ്ടി വണങ്ങി കാണിച്ചു. ഞാൻ ഭഗവാന്റെ ആലയം പണിയുകയാണ്. നോക്കൂ സഹോദരങ്ങളെ, 3 പേരും വിയർപ്പൊഴുക്കി അവിടെ വേലയെടുക്കുന്നുണ്ട്. അതിൻ്റെ ഫലം അവിടെ കാണാനുമുണ്ട്. പക്ഷേ ഈ 3 പേർ ചെയ്തതിൽ പുണ്യം കിട്ടിയ പ്രവൃത്തി ഏതാണെന്ന് പറയാതെ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ട്. മൂന്നാമത്തേതായിരുന്നു. അവനാണ് ഭഗവാന് വേണ്ടി പ്രവർത്തിച്ചത്. പക്ഷേ ഒരു കാര്യവും കൂടിയുണ്ട്, അവൻ മേലാളിനെ അനുസരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ അവൻ്റെ വയറിൻ്റെ പ്രശ്നവും നടക്കുന്നുണ്ട്. മറ്റവർക്ക് ആദ്യത്തേത് കാര്യമല്ലായിരുന്നു. അവർക്കതിനെക്കുറിച്ച് ചിന്തയില്ലായിരുന്നു. അപ്പോൾ ഏതൊരു പ്രവൃത്തി ചെയ്യുമ്പോഴും ആ കർമ്മം എന്തിനു വേണ്ടി, ആ കർമ്മത്തോടൊപ്പം മനസ്സുകൂടി പ്രവർത്തിക്കണം. മനസ്സ് അർപ്പിച്ചുള്ള പ്രവൃത്തി. അപ്പം അത് പരോപകാരം ആയി വരട്ടെ, വരുമല്ലോ. പക്ഷേ ആ ഒരു ഭാവത്തിൽ ചെയ്യുമ്പോൾ മാത്രമേ ചെയ്യുന്നയാൾക്ക് പുണ്യം ലഭിക്കുകയുള്ളൂ എന്നാണ് സൂചിപ്പിച്ചത്. ഒന്ന് ഓർത്തു നോക്കൂ, എത്ര ധനം നമുക്ക് ചെലവാക്കാം, എത്ര ദിവസത്തെ മെനക്കേടാണ്, എത്ര ആയാസമാണ് ശരീരത്തിനുണ്ടാവുക. ഇതിനു വേണ്ടി വരുന്നതായ വ്യയം മുഴുവൻ നമ്മൾ ചെയ്യുന്നുണ്ട്. ഇത്രയും ആകാമെങ്കിൽ മനസ്സർപ്പിച്ച് തന്നെ ചെയ്താലെന്ത്? മനസ്സർപ്പിച്ച് തന്നെ ചെയ്താലെന്ത്? അതെന്തേ സാധിക്കാത്തത്? അവിടെയാണ് നാം നമ്മുടെ ദൗർബല്യത്തെ തിരിച്ചറിയേണ്ടത്. എങ്ങനെയൊക്കെയോ രൂപപ്പെട്ട് ഭാവപ്പെട്ട് നമ്മുടെ മനസ്സൊരു നിലയിലെത്തി. ആ മാനസിക നിലയിൽ നമ്മൾ കൈവെക്കുന്നിടമെല്ലാം അതിന് അനുസരിച്ചേ വരും. അവിടെ ബഹളമയമാകും, അസ്വസ്ഥമാകും, അസംതൃപ്തി ഉണ്ടാകും. അപ്പോൾ ഒന്ന് ഓർത്തു നോക്കൂ, ഇത്രയും നല്ല ഒരു മാതൃക അത് നിസ്സാരമല്ല. സൂചിപ്പിച്ചല്ലോ, ഉപദേശ തത്വരത്നങ്ങൾ ഇവിടെ ഇല്ലാഴുകയല്ല. ഇതെല്ലാം കാലങ്ങൾക്ക് മുമ്പേ പല പ്രകാരത്തിൽ, പല കാലങ്ങളിൽ, പല ദേശങ്ങളിലായി എത്രയോ പേർ പറഞ്ഞു വച്ചിരിക്കുന്നു, ഉപദേശിച്ചിരിക്കുന്നു. ഇവിടെ വേറിട്ടാണ്. എങ്ങനെ? മാതൃക ഒരു മാതൃക കാട്ടപ്പെട്ട സമൂഹം, അത് പിന്തുടരുവാൻ യോഗമുണ്ടായ ഒരു സമൂഹം, ഒരു ഉത്തമ സമൂഹ സൃഷ്ടിക്ക് ഏറ്റവും സാധ്യതയുള്ള ഒരു സമൂഹം.
അപ്പോൾ ഇവിടെയാണ് നമ്മൾ പ്രധാനപ്പെട്ട ഒരു കാര്യത്തെ തിരിച്ചറിയേണ്ടത്. ഇവിടെ നമ്മൾ പാപം വലിച്ചു വെക്കരുത്. മറ്റുള്ളവർക്ക് ഉപദേശങ്ങൾ കിട്ടിയിട്ടുണ്ട്, മാർഗദർശനങ്ങൾ കിട്ടിയിട്ടുണ്ട്, പക്ഷേ മാതൃക കിട്ടിയിട്ടില്ല. ഇത് നരരൂപമെടുത്ത് ഭൂമിയിൽ പെരുമാറിക്കൊണ്ട് ആ മാതൃക നമ്മുടെ മുമ്പിൽ പ്രസ്പഷ്ടമാക്കി തന്നില്ലേ? ഒന്നോർത്തു നോക്കൂ. അത്രയും അനുഗ്രഹിക്കപ്പെട്ടപ്പോൾ അത് കാണാതെ പോയാലോ? തീർച്ചയായും അത് പാപമാണ്. പഞ്ചമഹായജ്ഞങ്ങളിലേക്കൊക്കെ നമ്മുടെ ശ്രദ്ധ പിന്നാലെ വരുന്നുണ്ട്. അപ്പം നോക്കണം, പൂർവികർ ചെയ്തു വച്ചിരിക്കുന്ന നന്മയെ അത് അനുവർത്തിക്കുവാൻ നമ്മൾ കടപ്പെട്ടവരാണ്, ഇല്ലെങ്കിൽ പാപിയാകും. ഇവിടെ നോക്കൂ, ലോകത്തിന് തന്നെ മാതൃകയാകുവാൻ തിരഞ്ഞെടുക്കപ്പെട്ട ഒരു സമൂഹം, അങ്ങനെയൊരു പ്രത്യേകത കൂടിയുണ്ട്. ലോകം എത്ര വിശാലമായി കിടക്കുന്നു. ഏതെല്ലാം ദേശം, ഏതെല്ലാം വർഗം, എവിടെ വേണമെങ്കിലും അവതരിക്കാമായിരുന്നു. ഇവിടെയാണത് സംഭവിച്ചത്. ഈ കുലത്തിലാണത് സംഭവിച്ചത്. ഈ കുലത്തിനെ അവിടുന്ന് തെരഞ്ഞെടുത്തത് ഇത് ലോകത്തിനൊരു മാതൃകയാകാൻ വേണ്ടിയാണ്. ശ്രീകൃഷ്ണ പരമാത്മാവ് ഒരു വേള വിലപിക്കുന്നുണ്ട്. അപഹായ നിജം കർമ്മ കൃഷ്ണ കൃഷ്ണേതി വാദിന തേ ഹരേർ ദേഷിണ പാപ ധർമാർത്ഥം ജന്മയദ്ധരേത്. ഞാൻ വന്നിരിക്കുന്നത് ധർമ്മ സംസ്ഥാപനത്തിനാണ്. അത് ധരിക്കാതെ, അതിന് ചെവി കൊടുക്കാതെ, ഞാൻ പറഞ്ഞതൊന്നും കേൾക്കാതെ നിങ്ങൾ എന്നെ പുകഴ്ത്തിക്കൊണ്ടിരിക്കുന്നു, കീർത്തിച്ചു കൊണ്ടിരിക്കുന്നു. ഇങ്ങനെ ചെയ്യുന്നത് എന്നെ അപമാനിക്കലാണെന്നല്ല പറയുന്നത്. ഹരേർ ദേഷിണ പാപ, അതുവഴി പാപം വരുത്തി വെക്കുകയാണ്. അപ്പൊ ഒന്ന് ഓർത്തു നോക്കൂ, ഇതൊക്കെ ചിന്തിച്ച് നാം ഭയപ്പെടുകയല്ല വേണ്ടത്. അറിയുക, ബോധ്യപ്പെടുക. അത് പിന്നെ പ്രകാശിച്ചു കൊള്ളും നമ്മുടെ ജീവിതത്തിൽ. അറിയണമെങ്കിലോ അന്വേഷണം വേണം, ഇതുപോലുള്ള ശ്രവണം വേണം, ഗുണദോഷ വിചാരം വേണം. അങ്ങനെ ഇത് നമുക്ക് ബോധ്യമാകുമ്പോൾ ഇത് പ്രകാശിച്ചു കൊള്ളും. അതല്ലാതെ ലോകവിതാ ഒരു വഴിക്ക്, അങ്ങനെ പോകേണ്ടവരല്ല നാം. എല്ലാവരെയും പോലെയല്ല നാം. കുമാരനാശാൻ വ്യക്തമാക്കുന്നു, നിത്യനായക നീതി ചക്രമതിൻ തിരിച്ചിലിനക്ഷമാം സത്യം ഉൾക്കമലത്തിലും സ്ഥിരമായി വിളങ്ങുക നാവിലും. കൃത്യഭൂ വെടിയാതെയും മടിയാതെയും കരകോടിയിൽ പ്രത്യഹം പ്രഥയാർന്ന പാവന കർമ്മശക്തി തെളിക്കുക. കർമ്മശക്തി തെളിയട്ടെ, പാവന കർമ്മശക്തി തെളിയട്ടെ. അതിൻ്റെ ഒന്നാമത്തെ പടി ഇതാണ്.
വൃത്തം പൂർണ്ണമാകണമെങ്കിൽ കോമ്പസിന്റെ സൂചി നിലത്തുറച്ചിരിക്കണമെന്നതുപോലെ ഉറച്ചില്ല എങ്കിൽ അത് വല്ല വിധത്തിലുമായി പോകുന്നത് പോലെ ഇവിടെ വെറും നായകനല്ല, നിത്യനായകനാണ്. അവിടെ നമുക്ക് നിത്യവിശ്വാസമർപ്പിക്കാം. ഉണ്ടായി മാറി മറയുന്നതല്ലിത്. അവിടെ ഒരു പ്രത്യേകത കൂടിയുണ്ട്. നീതിചക്രം അതിൻ തിരിച്ചിലിനക്ഷമാം സത്യം. നീ സത്യം. ജ്ഞാനമാനന്ദം അത് വിടുക. നീ സത്യം. നീതിചക്രം അത് പരിഭ്രമണം ചെയ്യുന്ന അക്ഷമായി അച്യുതണ്ടായി അത് വർത്തിക്കും. ഇത് ഉൾക്കമലത്തിൽ ഉറയ്ക്കട്ടെ. അപ്പോളോ നാവിലത് നിത്യനർത്തനം ചെയ്യും, നാവിലൂടെ വരും. പ്രിയമുള്ളവരെ, ഒന്നോർത്തു നോക്കൂ. ഊണിലുറക്കത്തിലും ഇടവിടാതെ നമുക്കിത് പാലിച്ചു പോകാവുന്നതേ ഉള്ളൂ. നമ്മുടെ കർത്തവ്യങ്ങളെക്കുറിച്ച് എപ്പോഴും നമ്മൾ പറഞ്ഞുകൊണ്ടാണോ ഇരിക്കുന്നത്? പക്ഷേ അത് നമ്മുടെ ഉള്ളിലില്ലേ? മറ്റവരെ കുറിച്ചുള്ള ക്ഷേമചിന്ത എപ്പോഴും നമ്മുടെ ഉള്ളിലില്ലേ? അതുപോലെ തന്നെ എപ്പോഴും നീതിചക്രം അതിൻ തിരിച്ചിലിനക്ഷമാം സത്യം അത് ഉള്ളിൽ ഉറപ്പിക്കുന്നതിന് നോക്കൂ സഹോദരങ്ങളെ, 10 ദിവസത്തെ വ്രതാനുഷ്ഠാനം, 10 ദിവസം നിസ്സാരമാണോ? ശരീരം ഭാഗപ്പെടുകയാണ്, മനസ്സ് ഭാഗപ്പെടുകയാണ്. ഒന്നോർത്തു നോക്കൂ. ഉണരുന്ന മനസ്സിലും തെളിയുന്ന മനസ്സിലും ഈ സത്യബോധം നമുക്കുണ്ടാവും. അവിടെ ഇതാ വിധിപ്രകാരം നമ്മൾ തീർത്ഥയാത്ര നടത്തുകയാണ്. നോക്കൂ സഹോദരങ്ങളെ, നമുക്ക് അനുഭവമായിട്ടില്ലായിരിക്കാം, എങ്കിലും നമ്മൾ കാണുന്നില്ലേ ശാരീരിക പീഡകൾ അനുഭവിക്കുന്ന ആളുകളെ? ആഞ്ഞു വലിക്കുന്നു ആസ്മാരോഗികൾ, വേദനയിൽ പുളച്ചടിക്കുന്നു പലരും. ഇതൊക്കെ സഹിക്കും. വന്നാൽ സഹിക്കുകയല്ലാതെ എന്ത് ചെയ്യും? ഇത്രയും പാടുണ്ടോ ആധ്യാത്മിക സാധനയിൽ? അല്പം നേരത്തെ എഴുന്നേറ്റ് ദേഹശുദ്ധി വരുത്തി നിത്യാനുഷ്ഠാനം ചെയ്യുക. നല്ല നല്ല വാക്യങ്ങൾ കേൾക്കുക, അല്ലെങ്കിൽ വായിക്കുക, വായിച്ചു കൊടുക്കുക. എത്ര പവിത്രമായി തീരും നമ്മുടെ മനസ്സ്. ഇതിനെന്തേ തോന്നാത്തത്? ഇതെന്തേ തോന്നാത്തത്? മറിച്ച് ശാരീരിക വേദനകൾ പോകട്ടെ, ഈ മാനസിക പീഡകളുണ്ടല്ലോ. എന്തെല്ലാം പൊരുത്തക്കേടുകളാണ് ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ, മാതാപിതാക്കളും മക്കളും തമ്മിൽ, അയൽക്കാർ തമ്മിൽ. ഇതെത്ര മനഃശക്തിയെയാണ് ചോർത്തിക്കളയുന്നത്, നമ്മുടെ കർമ്മശേഷിയാണ് നശിപ്പിക്കുന്നത്. ഇതിലൊന്നും നമുക്ക് സങ്കടമില്ല. ക്ഷേത്രത്തിൽ പോകുന്നു, തീർത്ഥാടനത്തിന് പോകുന്നു, അതാണ് ഏറ്റവും വലിയൊരു തമാശ. ക്ഷേത്രത്തിൽ പോകുന്നതും തീർത്ഥാടനത്തിന് പോകുന്നതും ഒക്കെ പഴഞ്ചൻ, അനാവശ്യം. നോക്കൂ, ഏതാണ്ട് കൂട്ടിയിട്ട ഹിമാലയം മൂടാനുള്ളതുണ്ട് ഭാരതത്തിലെ കോടതികളിൽ കിടക്കുന്ന കേസ് കെട്ടുകൾ. ഇല്ലെന്നുണ്ടോ? ചിന്തിച്ചു നോക്കൂ.
കേസാകാതെ കടന്ന് നീറി നീറി നിൽക്കുന്ന വിഷയങ്ങൾ എത്രയെത്ര. അങ്ങനെയുള്ളവരോട് വിരോധം തീർക്കുവാൻ വേണ്ടി സ്വന്തം വഴി മുട്ടിക്കുന്നവരെത്രയെത്ര. ഇതിലൊന്നും ആർക്കും സങ്കടമില്ലേ? ഇതിൻ്റെയൊക്കെ പുറകിൽ ഇത്രയും നഷ്ടങ്ങൾ വരുന്നതിന് ആർക്കും സങ്കടമില്ലേ? അതല്ലേ പണ്ട് ഒരു നേരം പോക്ക് പറയുന്നത്. യുദ്ധം പ്രഖ്യാപിച്ച ആ വേളയിൽ സൈന്യാധിപന് ഒരു വീടി വലിക്കാൻ തോന്നിയിരുന്നെങ്കിൽ എത്ര രസകരമാണില്ലേ? ഫയർ എന്ന് പറഞ്ഞ ആ സ്ഥാനത്ത് ആ ഫയർ ഒരു ചുരുട്ടിനാണ് കൊളുത്തിയിരുന്നെങ്കിൽ അതങ്ങ് പറഞ്ഞു അവിടെ കൊണ്ടങ്ങ് തീർന്നേനെ. മറ്റേതോ ലോകം കത്തി. ഇതാണ് ഇപ്പൊ തീർത്ഥാടനത്തെ നമ്മൾ ഇങ്ങനെ യാന്ത്രികമായി ആണ്ടോടാണ്ട് സംഭവിക്കുന്ന ഒരു കാര്യം ഓരോ വർഷവും പെട്ടെന്ന് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇതിങ്ങനെ വന്നുകൊണ്ടിരിക്കും. പൂർവാധികം ഭംഗിയാക്കാൻ നമ്മളാവത് ശ്രമിച്ചുകൊണ്ടിരിക്കും. ഓരോന്ന് കഴിയും തോറും അടുത്തത് വരാനിങ്ങനെ കാത്തിരിക്കും. അങ്ങനെ യാന്ത്രികമായി പോകേണ്ടതല്ല. ഇവിടെ ലോകം മുഴുവൻ ഇത് ഈ തരത്തിലായിത്തീരുവാൻ കാത്തിരിക്കുകയല്ല വേണ്ടത്. ഈ ശ്രമിക്കുന്ന ഓരോരുത്തരും ശ്രദ്ധിക്കേണ്ടത്, എൻ്റെ ഭാവനയിൽ, എൻ്റെ സങ്കല്പത്തിൽ കഴിയുന്നതും ഇതിനോട് നീതി പുലർത്തുവാനാണ് നാം ഓരോരുത്തരും ശ്രമിക്കേണ്ടത്. ഇത് പുണ്യതീർത്ഥാടനമാണ്, പുണ്യമാർജിക്കുവാനുള്ള തീർത്ഥാടനമാണ്. പുണ്യമാർജിക്കണമെങ്കിൽ പാപമൊഴിയണമെങ്കിൽ പരമാത്മാവിൻ്റെ ആ ദിവ്യ രൂപത്തെ നാം ധ്യാനിക്കണം. അതിനു വേണ്ടിയുള്ള ഈ അപൂർവാവസരത്തെ സാർത്ഥകമാക്കുവാൻ നമ്മളുടെ എല്ലാവരുടെയും ഗുരുഭക്തിയും വിശ്വാസവും അതോടൊപ്പം ഇച്ഛാശക്തിയും ഉണർന്ന് പ്രവർത്തിക്കുമാറാകട്ടെ എന്ന പ്രാർത്ഥനയിൽ ഈ വാക്കുകൾ ഇവിടെ പൂർണ്ണമാകുന്നു. എല്ലാവർക്കും നമസ്കാരം.